അൻ അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്തു പറയുന്നു? അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പം നബി നിൽക്കുന്നവരെ കേട്ട ഹദീസ് തന്നെയാണ് അദ്ദേഹം ഈ ഹദീസ്. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹീമിൻ. മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും തന്നെ ഇല്ല, യദ്ഉ ബിദഅവത്തിൻ, ഒരു പ്രാർത്ഥന അവൻ പ്രാർത്ഥിക്കുന്നു, ലൈസ ഫീഹാ ഇസ്മുൻ, ആ പ്രാർത്ഥനയിൽ കുറ്റകരമായ യാതൊന്നുമില്ല, വലാ ഖതീഅതു റഹീമിൻ, കുടുംബബന്ധം മുറിക്കുന്ന കാര്യവുമില്ല. അത് രണ്ടുമല്ലാത്ത ഒരു പ്രാർത്ഥന, തെറ്റായ കാര്യത്തിന് വേണ്ടി അല്ല, കുടുംബബന്ധം മുറിഞ്ഞു പോകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുമല്ല, അത് രണ്ടുമല്ലാത്ത ഒരു കാര്യത്തിനായി ഒരു മുസ്ലിമായ മനുഷ്യൻ ദുആ ചെയ്യുന്നുവെങ്കിൽ ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ, ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ, അതു കാരണമായി അല്ലാഹു തആല അവന് നൽകാതിരിക്കില്ല, ഇഹ്ദാ സലാസിൻ, മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നൽകാതിരിക്കുകയില്ല. അപ്പം മാമിൻ ഒരു മുസ്ലിമും ഇല്ല, എങ്ങനെയല്ലാതെ ഇല്ല അഅതാഹുല്ലാഹ്, ഇവർക്ക് അതിന് ബന്ധം ഇവർക്കാണ്. ഹദീസ് തുടങ്ങിയ മാമിൻ മുസ്ലിമാണ്, ഒരു മുസ്ലിമും തന്നെ പ്രാർത്ഥിക്കുന്നില്ല, ഇല്ല അഅതാഹുല്ലാഹ്, അല്ലാഹു അവന് നൽകിയിട്ടല്ലാതെ, അഥവാ പ്രാർത്ഥിച്ചാൽ നൽകുമെന്ന് ഉറപ്പാണ് എന്നർത്ഥം. ഒരു മുസ്ലിം റബ്ബിനോട് ദുആ ചെയ്യുന്നുവെങ്കിൽ ആ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും, സംശയമില്ലാതെ. ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനകൾ ഉത്തരം ചെയ്യും. പക്ഷേ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കിട്ടലാണോ ഉത്തരം? ആകണമെന്നില്ല. ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ ഉത്തരമായിരിക്കാം, ചിലപ്പോൾ ഉത്തരമാകണമെന്നുമില്ല. അതുകൊണ്ട് അവൻ ഉത്തരമുണ്ട്, പക്ഷെ ആ ഉത്തരം ചോദിച്ച കാര്യം നൽകൽ തന്നെ ആവണമെന്നില്ല. നേരെ മറിച്ച് ഇഹ്ദാ സലാസിന്ന, മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു നൽകാതിരിക്കില്ല. പക്ഷെ നിബന്ധന പറഞ്ഞത് ആ ദുആ രണ്ടു കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ലൈസ ഫീഹാ ഇസ്മുൻ, കുറ്റകരമായ ഒന്നും ആ പ്രാർത്ഥനയിൽ ഉണ്ടായിക്കൂടാ. തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അതിന് ഈ പറഞ്ഞത് ബാധകമല്ല. ഒരു തിന്മക്ക് അവസരം കിട്ടാൻ പ്രാർത്ഥിക്കുക, ഒരു തോന്നിയ അവസരം വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ തെറ്റായ കാര്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നു. അതല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതും തെറ്റാണ്. ഇസഫിഹ ഇസ്മുൻ എന്ന് പറഞ്ഞപ്പെട്ടതും, എന്നാലും ഒന്നും കൂടെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. അവരാളുമായുള്ള ബന്ധം മുറിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു കുടുംബബന്ധം എന്നേക്കുമായി പഠിച്ചൊരാൾക്ക് ആ ബന്ധം എനിക്ക് ഒഴിവാക്കി തരണേ, ആ ബന്ധം അവന് മുറിഞ്ഞ് ഇല്ലാതാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഈ പറഞ്ഞ മൂന്നിൽ ഒന്ന് കിട്ടുമെന്ന ഓഫർ ബാധകമല്ല. തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ ഓഫർ ബാധകമല്ല. അത് രണ്ടുമല്ലാത്ത, കുറ്റകൃത്യത്തിന് വേണ്ടിയോ കുടുംബബന്ധങ്ങൾ മുറിക്കാൻ വേണ്ടിയോ അല്ലാത്ത ഒരു ദുആ ഒരു മുസ്ലിം നിർവഹിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല മൂന്നിൽ ഒരു കാര്യം അവന് നൽകാതിരിക്കുകയില്ല. അപ്പോൾ കുടുംബബന്ധം മുറിക്കുക അല്ലാഹുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇതിന് മുമ്പും പറഞ്ഞു, മുമ്പത്തെ ഹദീസ് എടുത്തപ്പോഴും അവിടെ ബർക്കത്ത് ലഭിക്കാൻ എന്ന പാഠത്തിൽ പറഞ്ഞു കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം. കുടുംബബന്ധം മുറിക്കുന്നതിനുമായി അല്ലാഹു തആല ബന്ധം മുറിക്കും എന്നാണ് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഖുദ്സി ഹദീസിൽ കാണാം, നീയുമായി ബന്ധം ചേർക്കുന്നതോട് ഞാനും ബന്ധം ചേർക്കാം, നീയുമായി ബന്ധം മുറിക്കുന്നതോട് ഞാനും ബന്ധം മുറിക്കാം എന്ന് കുടുംബബന്ധത്തിന് അല്ലാഹു തആല നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. അല്ലാഹുവിൻ്റെ റഹ്മാൻ, റഹ്മത്ത് എന്ന പദവുമായി ബന്ധമുള്ള പദമാണ് റഹീം എന്ന പദം. അപ്പം ഇവിടെയും അത് വന്നു, ഖതീഅത്തു റഹീം, കുടുംബബന്ധത്തിന് റഹീം എന്നാണ് ഉപയോഗിക്കുക. റഹീം കുടുംബബന്ധം, ഗർഭപാത്രം, അതിന് റഹീം എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്ന ആ പദവുമായി ബന്ധമുണ്ട് കുടുംബബന്ധത്തിന് അറബിൽ ഉപയോഗിക്കുന്ന പദം. അത്രയേറെ പടച്ച റബ്ബ് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് കുടുംബബന്ധങ്ങൾ എന്നർത്ഥം. അപ്പം അത് മുറിയാൻ വേണ്ടി ദുആ ചെയ്യുന്നുവെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന പ്രാർത്ഥനയല്ല. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു തിന്മ ചെയ്യാൻ അവസരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു തോന്നിവാസത്തിന് അവസരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതൊന്നും നല്ല ശൈലിയല്ല, വിശ്വാസികളുടെ രീതിയും അല്ല. അപ്പം അതിനും ഈ പറഞ്ഞ രൂപത്തിൽ ഏത് ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല.
ഒരു തെറ്റായ കാര്യം ചെയ്യാൻ തൗഫീഖ് കിട്ടാൻ പ്രാർത്ഥിച്ചാൽ ഓനൊന്നില്ലെങ്കിൽ ദുആക്ക് കൂലിയെങ്കിലും കിട്ടും എന്ന് പറയാൻ കഴിയോ? ഇല്ല. അപ്പം ഈ പറഞ്ഞ 1/3 കൊടുക്കുമെന്ന് പറഞ്ഞത് ആ 2 ബാധകമല്ല. അതല്ലാതെ ഒരു മുസ്ലിം നിർവഹിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും മാമിൻ മുസ്ലിം യദ്ഉ ബിദഅവത്തിൻ, ഏതൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാണെന്നാണ് യദ്ഉ ബിദഅവത്തിൻ. ദഅവത്തിൻ എന്നുള്ളത് അലിഫ് ലാം ഇല്ലാതെ ഉപയോഗിച്ചത്, അദ്ദഅവത്തിൻ എന്ന് പറയാതെ ബിദഅവത്തിൻ എന്ന് ഉപയോഗിച്ചു. അലിഫ് ലാം ഇടാതെ ഉപയോഗിക്കുമ്പോൾ അതിന് വ്യാപകാർത്ഥം കിട്ടുന്നതാണ്. നിക്കിറ ഗൈർ മഖ്സൂദ എന്ന് പറയും. പ്രത്യേകം ഉദ്ദേശിക്കപ്പെടാതെ പൊതുവായി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഉപയോഗിച്ചത് എങ്കിൽ അതിന് വ്യാപകാർത്ഥം കിട്ടും. പ്രത്യേകമായി ഏതെങ്കിലും ഒരു വൃത്തത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പം ബിദഅവത്തിൻ എന്നുപയോഗിക്കുമ്പോൾ ഏതൊരു ദുആ നിർവഹിച്ചാലും എന്നാണ് അതിന് അർത്ഥം.